ഗൾഫ് മേഖലയിൽ കടുത്ത ആശങ്കയും നയതന്ത്ര ചലനങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് യുഎയിലെ ബറാഖ് ആണവ നിലയത്തിന് സമീപമുണ്ടായ ഭീകരാക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു. യാതൊരുവിധ പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ആക്രമണം യുഎയുടെ പരമാധികാരത്തിന്മേലും സുരക്ഷയ്ക്കുമേലുമുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണെന്ന് യുഎഇ ഭരണകൂടം ഔദ്യോഗികമായി വ്യക്തമാക്കി. ഇത്തരം അക്രമങ്ങൾ ഒരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കില്ലെന്നും കടുത്ത പ്രകോപനമായാണ് ഇതിനെ കാണുന്നതെന്നും രാജ്യം പ്രസ്താവിച്ചു. മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു യുദ്ധഭീതിയും പ്രതിസന്ധിയും വിതച്ച ഈ സംഭവത്തിന് പിന്നാലെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളുമായി ഖത്തർ വേഗത്തിൽ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ ഭരണകൂടവുമായി നേരിട്ട് ചർച്ച നടത്തുകയും നിലവിലെ സംഘർഷാവസ്ഥ ലഘൂകരിക്കാനും സമാധാനം ഉറപ്പാക്കാനും ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സുരക്ഷാ മതിലിന് പുറത്തുള്ള ജനറേറ്ററിനെ ലക്ഷ്യമിട്ടാണ് ഡ്രോൺ എത്തിയത്. സ്ഫോടനത്തിന് പിന്നാലെ വലിയ തീപിടുത്തമുണ്ടായെങ്കിലും യുഎയുടെ സുരക്ഷാ സേനയും അഗ്നിശമന വിഭാഗവും ഉടൻ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ആണവ നിലയത്തിലെ റിയാക്ടറുകൾ സുരക്ഷിതമാണെന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ന്യൂക്ലിയർ റെഗുലേഷൻ അറിയിച്ചു. റേഡിയേഷൻ ഭീഷണി നിലവിലില്ലെന്ന് പറയുമ്പോഴും അതീവ സുരക്ഷാ മേഖലയിൽ ഡ്രോൺ എങ്ങനെ എത്തിയെന്നത് യുഎയും അന്താരാഷ്ട്ര ഏജൻസികളെയും ഞെട്ടിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും സംശയത്തിന്റെ വിരൽ നീളുന്നത് ഇറാനിലേക്കാണ്. ഇസ്രായേലുമായും അമേരിക്കയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന യുഎയെ ഭീഷണിപ്പെടുത്താൻ ഇറാൻ നടത്തുന്ന നീക്കമാണിതെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. നേരത്തെയും സൗദിയിലെയും യുഎയിലെയും എണ്ണ കമ്പനികൾക്കു നേരെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതർ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു ആണവ നിലയത്തിന് നേരെയുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യുഎയും ഇറാനും തമ്മിൽ നയതന്ത്രപരമായ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യുഎയുടെ പ്രതിരോധ ബന്ധങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇറാൻ ആരോപിച്ചിരുന്നു. എന്നാൽ ഇത് രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് യുഎഇ മറുപടി നൽകി. യുഎയുടെ സുരക്ഷയെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്ന ഏത് നീക്കത്തോടും ശക്തമായി പ്രതികരിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. അന്താരാഷ്ട്ര ആറ്റോമിക് ഏജൻസി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ ദുർബലമായിക്കൊണ്ടിരിക്കെ ഈ ആക്രമണം മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ യുഎയിലെ ഊർജ്ജ നാവിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണങ്ങൾ നടന്നിരുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങൾ യുഎയിൽ പ്രവർത്തിക്കുന്നതിനെതിരെ ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ട്രംപ് യുഎയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടായാൽ ശക്തമായി ഇടപെടുമോ എന്നും കണ്ടറിയണം. സംഭവത്തിൽ അന്വേഷണം പൂർത്തിയായ ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായും രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഏത് ഭീഷണികളെയും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും യുഎഇ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി.